ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന കോർപ്പറേറ്റ് നിയന്ത്രിത മാധ്യമങ്ങൾ സർക്കാരിന് വേണ്ടിയുള്ള കുപ്രചരണങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നതിനാൽ ജനം സത്യമറിയാൻ വൈകുന്നു. സമരം ചെയ്യുന്ന കർഷകരുടെ ട്രാക്ടറുകൾ നിയമപാലകർക്കെതിരെ അക്രമം നടത്താൻ വിന്യസിച്ചിരിക്കുന്ന താൽക്കാലിക സൈനിക ടാങ്കുകളാണ് എന്ന തരത്തിലുള്ള തെറ്റായ വിവരമാണ് ഇവ പ്രചരിപ്പിക്കുന്നത്. ജനീകം എഡിറ്റോറിയലിലൂടെ മറ്റെല്ലാറ്റിനും കാത്തിരിക്കാം, പക്ഷേ കൃഷി അങ്ങനെയല്ല എന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾക്ക് സ്നേഹത്തിന്റെയും കരുതലിന്റെയും സ്പർശമുണ്ട്. രാജ്യത്തെ ഊട്ടുന്നവർ അവകാശങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി കാത്തിരിക്കാനിടയാകരുത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. രാജ്യമെമ്പാടുമുള്ള കർഷക സഹോദരങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തി. മോദി അങ്ങനെ പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഹരിയാനയിൽ പോലീസിന്റെ വെടിയേറ്റ് ഒരു കർഷകൻ മരിച്ചത്. യുവ കർഷകനായ ശുഭ്കരൺ സിംഗ് എന്ന 21-കാരനാണ് ജീവൻ നഷ്ടമായത്. ഇന്നലെ ഭട്ടിൻഡ സ്വദേശി ദർശൻ സിംഗ് എന്ന കർഷകനും ജീവൻ നഷ്ടമായി. പോലീസിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ ചികിത്സയിലായിരുന്നു ഇയാൾ. നരേന്ദ്രമോദിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ തെളിവുകളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിലെ ഉദാഹരണം മാത്രമാണിത്. അടിസ്ഥാന ആവശ്യങ്ങൾ ഉയർത്തിയും ഇതേ പ്രധാനമന്ത്രി നൽകിയ വാക്ക് പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് സമാധാനപരമായി പ്രക്ഷോഭത്തിനിറങ്ങിയ കർഷകരെ ശത്രു സൈന്യത്തെ എന്ന പോലെ സായുധ പോലീസിനെ ഇറക്കി നേരിടുകയാണ് BJPയുടെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ. ഡ്രോണുകളിലൂടെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചും റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തും ഗ്രനേഡുകൾ പ്രയോഗിച്ചുമാണ് കർഷകരെ മോഡി സർക്കാർ എതിരിടുന്നത്. കഴിഞ്ഞയാഴ്ച ലോക പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന നൽകി ആദരിച്ചത് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ നാടകമാണെന്ന് കർഷകരോടുള്ള സർക്കാരിന്റെ നിലവിലെ മനോഭാവം വെളിപ്പെടുത്തുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള താങ്ങുവില വേണമെന്നതാണ് സമരം ചെയ്യുന്ന കർഷകരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. സ്വാമിനാഥനെ അംഗീകരിക്കുന്നത് ആത്മാർത്ഥതയോടെ ആയിരുന്നെങ്കിൽ മോഡിയുടെ നിലപാട് കർഷകർക്ക് അനുകൂലമായേനെ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നിയമപരമായി MSP നടപ്പാക്കുന്നതിനെ കുറിച്ചും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ചും മോഡി വാചാലനായിരുന്നത് ജനം മറന്നിട്ടില്ല. 2020-21 കാലഘട്ടത്തിൽ ഒരു വർഷം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിനിടെ തങ്ങൾക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുക, അന്ന് മോഡി നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുക, വായ്പ എഴുതിത്തള്ളൽ, പെൻഷൻ, ലോക വ്യാപാര സംഘടനയിൽ നിന്ന് ഇന്ത്യ പിന്മാറുക എന്നിവയാണ് കർഷകരുടെ മറ്റ് ആവശ്യങ്ങൾ. 2022ഓടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചാരണം. മോഡിയുടെ രണ്ടാം വരവിന് വഴിയൊരുക്കുന്നതിൽ നിർണായക ഘടകമായിരുന്നു MSP വാഗ്ദാനം. എന്നിട്ടും കർഷക സമരത്തിന് മുന്നിൽ മോഡിയും BJPയും ബാധിര്യം അഭിനയിക്കുന്നു. അതേസമയം അവകാശവാദത്തിന് ഒരു കുറവുമില്ല താനും. രാജ്യത്തെ കർഷകരുടെ കടബാധ്യത 9 വർഷത്തിനിടെ താഴ്ന്ന നിലയിലെത്തിയെന്ന് മോഡിയും കൂട്ടരും പ്രസംഗിച്ച് നടക്കുന്നു. 2013 52% കടബാധ്യതയുള്ള കർഷകരെങ്കിൽ 2019 50.2% കുറഞ്ഞുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇക്കാലയളവിൽ കടമുള്ള കർഷകരുടെ എണ്ണം 9.02 കോടിയിൽ നിന്ന് 9.3 കോടിയായി ഉയരുകയാണ് ഉണ്ടായത്. വായ്പാ കുടിശ്ശിക 2013 അപേക്ഷിച്ച് ഏകദേശം 1.6 മടങ്ങ് വർദ്ധിച്ചു. 2014 മോഡി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തെ കർഷക ആത്മഹത്യകളിൽ വലിയ വർധനവാണ് ഉണ്ടായത്. 2014-നും 2022-നും ഇടയിൽ 1 ലക്ഷത്തിലേറെ കർഷകരാണ് ജീവൻ ഒടുക്കിയത്. 9 വർഷത്തിനിടെ പ്രതിദിനം ശരാശരി 30 കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കാർഷിക മേഖല നീതിക്കായി അനന്തമായി കാത്തിരിക്കുമ്പോൾ തന്നെ കോർപ്പറേറ്റുകൾ നികുതി ഇളവിലെ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്. 2019 സെപ്റ്റംബർ മുതൽ അടിസ്ഥാന കോർപ്പറേറ്റ് നികുതി നിരക്ക് 30% നിന്ന് 22% കുത്തനെ കുറച്ചു. പുതുതായി ആരംഭിച്ച കമ്പനികളുടെ നികുതി നിരക്ക് 25 നിന്ന് 15% കുറച്ചു. നികുതി നിരക്കുകൾ കുറയ്ക്കുന്നത് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള നടപടിയാണ് എന്നാണ് ധനമന്ത്രാലയം അവകാശപ്പെടുന്നത്. പക്ഷേ ഇക്കാലയളവിൽ കോർപ്പറേറ്റുകൾക്ക് ലഭിച്ച നികുതി ആനുകൂല്യങ്ങളുടെ പേരിൽ അധിക നിക്ഷേപങ്ങളൊന്നും നടന്നില്ല. ഇത് ഖജനാവിന് 1,45,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന കോർപ്പറേറ്റ് നിയന്ത്രിത മാധ്യമങ്ങൾ സർക്കാരിന് വേണ്ടിയുള്ള കുപ്രചരണങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നതിനാൽ ജനം സത്യമറിയാൻ വൈകുന്നു. സമരം ചെയ്യുന്ന കർഷകരുടെ ട്രാക്ടറുകൾ നിയമപാലകർക്കെതിരെ അക്രമം നടത്താൻ വിന്യസിച്ചിരിക്കുന്ന താൽക്കാലിക സൈനിക ടാങ്കുകളാണ് എന്ന തരത്തിലുള്ള തെറ്റായ വിവരമാണ് ഇവ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം റിപ്പോർട്ടുകൾ കർഷകരെയും ന്യായമായ അവരുടെ സമരത്തെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.